24 hours പോസിറ്റീവായിട്ടിരിക്കാൻ എല്ലാവരും നമ്മളോട് പറയാറുണ്ട്. പക്ഷേ അത് സാധിക്കുമോ? നിങ്ങൾക്ക് സാധിക്കുമോ? നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ മനസ്സിൽ പോസിറ്റീവിനേക്കാൾ കൂടുതൽ വരുന്നത് എപ്പോഴും നെഗറ്റീവാണ്. 24 മണിക്കൂറിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും നെഗറ്റീവ് ചിന്ത വരാത്ത മനുഷ്യരില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ നെഗറ്റീവ് ചിന്തകൾ വരികയാണെങ്കിൽ എങ്ങനെ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആകും എന്നുള്ള സൂപ്പറായിട്ടുള്ള 3 ടെക്നിക്കുകളാണ് ഞാൻ പറയുന്നത്. അതായത് പോസിറ്റീവും നെഗറ്റീവും ഒരുപോലെ വരുന്ന ആളുകൾക്ക് മാനിഫെസ്റ്റേഷൻ എങ്ങനെ വർക്കൗട്ട് ആക്കിയെടുക്കാം എന്നുള്ള 3 ടെക്നിക്കാണ് പറയുന്നത്. വളരെ പവർഫുള്ളാണത്. വളരെ സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത്, നമ്മൾ ചിന്തിക്കുക പോസിറ്റീവ് ചിന്തകളോടൊപ്പം നെഗറ്റീവ് ചിന്തകളും നമ്മൾക്ക് വരും എന്നുള്ള റിയാലിറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മളൊരു കാറ് വാങ്ങിച്ച് മാനിഫെസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ കാറ് എങ്ങനെയായാലും അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ബ്രേക്ക് ഡൗൺ ആവുകയോ അതിന് എന്തെങ്കിലും കേട് പറ്റിയോ സർവീസിന് കൊടുക്കുകയോ റിപ്പയർ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി മണി പോകും അല്ലേ? അത് നെഗറ്റീവ് വശം തന്നെയാണ്. ഉദാഹരണത്തിന് നല്ല ഹൈ പവറിലൊരു ജോലി കിട്ടുകയാണെങ്കിൽ ആ ജോലിയിൽ ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതതിൻ്റെ നെഗറ്റീവ് വശമാണ്. അപ്പോൾ ഇതും കൂടി നമ്മൾ ഉൾക്കൊള്ളണം. നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവായി കാണാനുള്ള ഒരു മനോഭാവം നമ്മളിലുണ്ടാകണം. നമ്മൾ മനുഷ്യരാണെന്നും നമ്മൾ പോസിറ്റീവിനൊപ്പം നെഗറ്റീവും വരുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വിഷ്വലൈസ് ചെയ്ത് ആ ഹാപ്പി ഫീൽ ചെയ്യുന്നതോടൊപ്പം നെഗറ്റീവും നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്നത് ജോലി കിട്ടുന്നതായിട്ടും അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നതായിട്ടും നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിട്ടും നമ്മൾ ഹാപ്പി ആകുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതും എല്ലാമാണ് ആളുകൾ വിഷ്വലൈസ് ചെയ്യുന്നത്. എന്നാൽ മറിച്ച് ഇവിടെ അതല്ല ചെയ്യേണ്ടത്. പകരം നിങ്ങൾക്കൊരു ജോലി കിട്ടിയാൽ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നിങ്ങൾ ആരെയൊക്കെ സഹായിക്കും എന്ന് വിഷ്വലൈസ് ചെയ്യണം. കുറച്ച് ചാരിറ്റി ചെയ്യണം അല്ലേ? കുറച്ച് രോഗികൾക്ക് പൈസ കൊടുക്കാം, ഫ്രണ്ട്സിനെ സഹായിക്കാം, വീട്ടുകാരെ സഹായിക്കാം അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അതായത് മറ്റുള്ളവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുമ്പോഴാണ് യൂണിവേഴ്സ് നമ്മളെ ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് യൂണിവേഴ്സ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ചാക്രിക പ്രവാഹം പോലെ ആയിരിക്കണം നമ്മുടെ വിഷ്വലൈസേഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ സൂപ്പർ പവർ ടെക്നിക്ക്. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ സ്പീഡിൽ പോകും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയ ടെക്നിക്ക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു വസ്തു കിട്ടിയാൽ അപ്പോൾ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും അല്ലേ? പക്ഷേ നമ്മളിലുള്ള പോസിറ്റിവിറ്റിക്കല്ലേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. ഇതങ്ങനെയല്ല, നെഗറ്റിവിറ്റിക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ പാസ്റ്റിൽ ഇന്നലെകളിൽ കുറേ വിഷമങ്ങൾ നമുക്കുണ്ടായി അല്ലേ? ആളുകൾ നമ്മളെ ഉപേക്ഷിച്ച് പോയി, നമുക്ക് ചില കാര്യങ്ങൾ നടന്നില്ല, ജോലി കിട്ടിയില്ല, കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി, മറ്റുള്ളവരെ നമ്മളെ അബ്യൂസ് ചെയ്തു, ഇതൊക്കെ നമ്മളുടെ മനസ്സിലുണ്ട്. അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. കാരണം നമ്മളുടെ നശിച്ച ഇന്നലെകൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴാണ് നമ്മളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ പോസിറ്റീവിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നെഗറ്റീവിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഈ 3 ടെക്നിക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ 3 ടെക്നിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റായിട്ട് നടക്കും എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം കേട്ടോ.